കൂടെ ഉള്ളത്. കേരളത്തിന്റെ സൂപ്പർ സ്റ്റാർ തന്നെയാന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ചെറുപ്പകാലത്ത് ഒരിക്കലും ഒരു സിനിമാ നടനാവണമെന്നോ അങ്ങനെ അഭിനയിക്കണമെന്നോ ഒരു ആഗ്രഹം എനിക്കില്ലായിരുന്നു. സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്ന ഒരു കാലം മുതലേ സജീവമായിട്ടുള്ള കാര്യമാണ് വൈറലാവും ചെയ്യും, അറ്റ് ദ സെയിം ടൈം വൈറലാവും ചെയ്യും എന്നുള്ളത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രൊഡ്യൂസർ ആയിട്ട് എന്നുള്ള രീതിക്കുമ്പോൾ ശരിക്കും അംഗമട്ടകാസം സാറിന്റെ പ്രതീക്ഷ എന്താ ശരിക്കും? സുരേഷ് ഗോപി സാറിന്റെ മകൻ അപ്കമിങ് സൂപ്പർ സ്റ്റാർ. താൻ പിന്നെ വലിയ പണിക്കാരനാണല്ലോ, താൻ ആ നോസിട്ടല്ലോ ജീവിക്കണത്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. എത്ര ആൾക്കാർ മാധവ് സുരേഷ് ഒരു മോശം ആക്ടറാണ്, അവൻ ബെറ്റർ ആവാൻ പോകുന്ന ഒരു ആക്ടറാണ്, അവൻ സൂപ്പർ സ്റ്റാറിന്റെ പൊട്ടൻഷ്യൽ ഉള്ള ആക്ടറാണ്, ഇങ്ങനെ എല്ലാം പറയുന്നത്. മാധവ് സ്വയം വിലയിരുത്തുമ്പോൾ എങ്ങനെ നോക്കി കാണാൻ പറ്റുന്നത്? എന്നിൽ അഭിനയം മോശമായതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഈ ഞാൻ കുറെ കൂടി തന്റെ ഇടത്തോടെ സംസാരിക്കുന്നത് കൊണ്ട് നേരിടുന്ന വിമർശനം എങ്ങനെയെന്ന് ശരിക്കും കാണുന്നു? ചേട്ടൻ സിനിമയിലോട്ട് ഇറങ്ങിയ സമയത്ത് ഒരുപാട് വിമർശനം കൊണ്ട ആളാണ്. ഞാൻ ഓർക്കുന്നു. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട, ഇക്കാര്യമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പൊ എന്റെ പെർഫോമൻസ് ലൈക്കാശുരകളി കുമ്മാട്ടിക്കളി ഞാൻ തന്നെ വിലയിരുത്തിയതാണ്, മോശമായിരുന്നു. അയ്യോ, ഞാനത് ഇപ്പോഴേ അറിയണത്. സത്യം. JSKയിൽ എനിക്ക് സ്ക്രീൻ സ്പേസ് അത്ര ഇല്ലായിരുന്നു. പെർഫോമൻസ് could have been much better as well. വേണ്ടായിരുന്നു അല്ലേ? വിട്ട കളി ആന പിടിച്ചാ കിട്ടും. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.